SFIO അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല, 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. താങ്കളുടെ മകള് കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ്. ആ തരത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഈ എവിടെന്നാണ് വന്ന മരഭൂതമേ? നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ആസനത്തിൽ അമ്പ് ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. അതിനു വേണ്ടി അധികം സമയം കളയണ്ട. അല്ല വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ അസംബന്ധമാണ്. എനക്കിഷ്ടം വേണ്ടേ? വേണ്ട. 100% ഞാൻ യോജിക്കുന്നു. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ഇപ്പൊ ഇഷ്ടമല്ലേ വേണ്ടത്? വെറും ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ. വെറുതെ ചിരിപ്പിക്കരുത്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി? എന്റെ കൊടല് നമ്മൾ എടുക്കും. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ എങ്ങനെ അസംബന്ധമാവുന്നേ? അത് അസംബന്ധമായതുകൊണ്ട് തന്നെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ, അതുകൊണ്ട് തന്നെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage at the earliest. ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ട് ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അത്തരം ഒരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ട് ഇരിക്കരുത്. അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാവണം. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. പാടി